സംസ്ഥാനത്ത് മെഡിക്കൽ ഷോപ്പുകളിൽ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന അവതാളത്തിൽ. ആവശ്യത്തിന് ഡ്രഗ് ഇൻസ്പെക്ടർമാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സർക്കാർ പുതിയ തസ്തികകൾ പ്രഖ്യാപിക്കാത്തതും നിയമനം നടത്താത്തതും ഇൻസ്പെക്ടർമാരുടെ എണ്ണം കുറയാൻ കാരണമായി. സർക്കാർ തലത്തിൽ ഉടനടി ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. സംസ്ഥാനത്ത് നിരവധി മെഡിക്കൽ സ്റ്റോറുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ സ്റ്റോറുകളിലെ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയ്ക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരില്ലാത്തതാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. 180 ഡ്രഗ് ഇൻസ്പെക്ടർമാർ വേണ്ടിയെടുത്ത് വെറും 47 പേർ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഡ്രഗ് ഇൻസ്പെക്ടർമാരുടെ കുറവ് മരുന്നുകളുടെ ഗുണനിലവാരത്തെ തന്നെ ബാധിക്കുന്നതായിട്ടാണ് വിവരം. 1999 സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും തുടരുന്നത്. 200 മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ എന്നതാണ് കണക്ക്. പല ജില്ലകളിലും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വിവരം. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ആയിരക്കണക്കിന് മെഡിക്കൽ സ്റ്റോറുകൾ നിലവിലുള്ളത്. ഉദ്യോഗസ്ഥരുടെ എണ്ണമാകട്ടെ നാമമാത്രവും. ഇതാണ് പ്രതിസന്ധിക്ക് കാരണം. ആവശ്യമായ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ ഓരോ ഇൻസ്പെക്ടർ മാത്രമാണുള്ളത്. മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന, സാമ്പിൾ ശേഖരണം, പരിശോധനയിൽ ക്രമക്കേട് തെളിഞ്ഞാൽ നടപടി സ്വീകരിക്കുക തുടങ്ങിയവയാണ് ഡ്രഗ് ഇൻസ്പെക്ടർമാരുടെ ജോലി. എന്നാൽ പല ഉദ്യോഗസ്ഥരും പരിമിതമായ സാഹചര്യത്തിലാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർക്ക് വാഹന സൗകര്യമടക്കം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഡ്രഗ് ഇൻസ്പെക്ടർമാരുടെ കുറവ് കനത്ത വെല്ലുവിളിയാണ് നിലവിൽ സൃഷ്ടിക്കുന്നത്. പരിശോധന കുറയുന്നതിലൂടെ മരുന്നുകളുടെ ഗുണനിലവാരത്തെ അടക്കം ഇത് കാര്യമായി ബാധിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. ജനം, തിരുവനന്തപുരം.